സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 2-5 തീയതികളിൽ 2 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 7-ാം തീയതിയാണ്. അതെ അതെ, എല്ലാരും ഇവിടെ ശ്രദ്ധിക്കാം. നമ്മളിപ്പോ പെട്ടെന്ന് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിന്റെ കാര്യമോ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ എത്തി. പഞ്ചായത്ത് ഇലക്ഷൻ വന്ന് ഇനി നോമിനേഷൻ കൊടുക്കാൻ 3 ദിവസമാണ് ബാക്കിയുള്ളത്. നമ്മൾ ഇതുവരെ നമ്മളെ സ്ഥാനാർത്ഥിനെ തെരഞ്ഞെടുത്തിട്ടില്ല, ആരാ നിശ്ചയിച്ചിട്ടില്ല. ബാക്കിയുള്ള വാർഡുകളിലൊക്കെ സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചു കഴിഞ്ഞ്. തീരുമാനം ഇന്നാവണം, അതിനാണ് ഇപ്പൊ വിളിച്ചു കൂട്ടിയത്. അപ്പോ നമ്മളെ വാർഡിൽ മാത്രമാണ് ഇപ്പൊ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാത്ത. എതിർ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഈ മീറ്റിംഗിൽ നമ്മളെ സ്ഥാനാർത്ഥി ആരാന്ന് നമ്മൾ തീരുമാനിക്കണം. ഇപ്പോ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്ക്, ഞാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്ക്. എന്റെ ഒരു ഇതില് എനിക്ക് നിൽക്കണമെന്ന് നല്ല താല്പര്യമുണ്ട്. ഞാനിപ്പോ നിക്കണില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും നിൽക്കോ ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോ? വിദ്യാഭ്യാസ ഒരു പ്രശ്നമുണ്ടോ? അന്നെയാണോ ഉദ്ദേശിച്ചത്? എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എനിക്ക് നിൽക്കണ്ട. നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ. അതെ, ആയ കാലത്ത് കുറെ നിന്നല്ലേ, ഇനി കുറച്ച് റെസ്റ്റ് അടിക്ക്. പല്ലില്ല എന്നിട്ടാണ്. അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞൊരു കാര്യം, നമ്മൾ അണികളിൽ ആരും നിന്നിട്ട് ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. കാരണം അത്രയും വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ മുകളിലുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ മെനക്കെട്ടാലും നമ്മൾ ജയിക്കൂല. നമുക്കിപ്പോ വേണ്ടിയത് ഈ നാട്ടിൽ ജനസമ്മതിയുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൾക്കാർക്കൊക്കെ പ്രിയങ്കരനായ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെ ജനസമ്മതിയുള്ള ഒരാള് നമ്മുടെ നാട്ടിൽ ആരുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എല്ലാവരും തീരുമാനം കാണോ? അതിൽ മാറ്റില്ല. അയാൾ വേറെ കേസിൽ പ്രശ്നമുണ്ട്. ഞാനൊരാളെ നിർദ്ദേശിക്കാം, പക്ഷെ ആള് നിൽക്കുമെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ആളെ പേര് പറയും, ആളൊക്കെ നമുക്ക് നിർത്തിക്കാം. നമ്മുടെ മന്മഥ മാഷായാലോ? മന്മഥ മാഷ് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ മന്മഥ മാഷക്ക് നല്ല പ്രായമുണ്ട്, മൂപ്പര് നിൽക്കും തോന്നില്ല. നമുക്കൊരു പണി ചെയ്യാം. മൂപ്പർക്ക് 2 ആൺകുട്ടികളുണ്ടല്ലോ, 2 മിടുക്കന്മാരാ. ഒരുത്തൻ എന്തോ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ മാസാണ്, ഒരുത്തൻ മറ്റേ കർഷകശ്രീ അവാർഡൊക്കെ വാങ്ങി. ഓരില് 2 ആളിന് ഒരാൾ നിന്നിട്ടേ നമ്മൾ കഴിച്ചു. ഈ മന്മഥ മാഷ കുടുംബം പോലൊരു കുടുംബം നമ്മൾ ഈ ദേശത്ത് ഏടുണ്ട്. നിർധനനായ യുവാവ് ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്നു. മൊയ്തുവോ? മാഷേ, എന്താണ് മൊയ്തു, വോട്ട് ചോദിച്ചിറങ്ങിയതാണോ? വോട്ട് ചോദിച്ചിട്ടൊന്നല്ല മാഷേ, പിന്നെ അതിലും വലിയൊരു കാര്യമായിട്ടാ നമ്മള് വന്നിക്കണത്. അപ്പൊ സംഭാവനയായിരിക്കും. സംഭാവനയല്ല, സംഭാവനയെക്കാട്ടും വലിയ ബമ്പറായിട്ടാ വന്നിക്കണത്. ബമ്പറോ? ഒരു ലോട്ടറി അടിക്കാൻ പോവാണ് മാസനും കുടുംബത്തിനും. എന്ത് ലോട്ടറി? മാഷേ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പൊ നമ്മൾ ഇന്നലെ LDPന്റെ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോ അവിടുന്ന് ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനം, LDPന്റെ സ്ഥാനാർത്ഥി ഈ പെരേന്നായിരിക്കണം എന്നുള്ള. എന്തേ മാഷേ? അപ്പൊ നിങ്ങളങ്ങ് തീരുമാനിച്ചു അല്ലേ? അങ്ങനെയല്ല മാഷേ, പാർട്ടിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, അത് പറഞ്ഞതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്താ നിങ്ങളുടെ പാർട്ടിയിൽ ആളില്ലാണ്ടായോ? അങ്ങനെയല്ല മാഷെ, അത് എന്താന്ന് അറിയാം, മാഷോട് തുറന്ന് പറയാലോ. അതായത് ഇന്നലെ ഇപ്പൊ LDPന്റെ നമ്മള് പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞപ്പോ അവിടുന്ന് ചർച്ച നടത്തി ആരായിരിക്കണോ സ്ഥാനാർത്ഥി എന്നുള്ളത് കുറിച്ച്. അപ്പൊ പാർട്ടിയിൽ ആരും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണതിൽ ആർക്കും താല്പര്യമില്ല. കാരണം അതിപ്പോ ഓരോരുത്തരെ ചില പേര് ദോഷങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ പേരിലാണ്. എന്നാ പിന്നെ മൊയ്തുവിനൊന്ന് നിന്നൂടായിരുന്നു. മാഷേ, മൊയ്തുക്ക് നിൽക്കണ്ട, മൊയ്തുക്ക് നിന്നാലും 8 നില പൊട്ടും. പക്ഷെ അണികൾക്ക് തന്നെ നമ്മളെ പറ്റി ഒരു അഭിപ്രായം ഇല്ല, പിന്നെ വെറുതെ നിന്നൊരു കോളം കിടന്നല്ലോ വെച്ചിട്ടാണ്. അപ്പൊ പാർട്ടിന്റെ മീറ്റിംഗിൽ ചർച്ച ചെയ്ത് വന്നപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു അഭിപ്രായം,
ഈ പെരേന്ന് ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ വിജയം ഉറപ്പാന്നുള്ളത്. അതെ. അല്ലേ സുമേഷ് ചേട്ടാ? അപ്പൊ മാഷ് ഇപ്പൊ 25 കൊല്ലായിട്ട് ഉണ്ടാക്കിയ ഒരു ആൾക്കാരായിട്ട് ഉണ്ടാക്കിയ ഒരു സ്നേഹം, അപ്പൊ ഞാൻ അടക്കം മാസ സിസ്റ്റനാണ് അല്ലേ? അങ്ങനെ ഒരുപാട് സിസ്റ്റേക്കാണെങ്കിൽ പിന്നെ മാഷ മക്കൾ, ഈ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഈ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ്. പിന്നെ അപ്പൊ സ്ഥാനാർത്ഥി ഇവിടുന്ന് ആയിരിക്കണം, അതാണ്. 25 കൊല്ലമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച സൽപ്പേര് കളഞ്ഞു കുളിക്കണമെന്നാണ്. അങ്ങനെ പറയരുത് മാഷ, അതല്ല. അതിപ്പോ നമ്മളെ പാർട്ടിന്റെ പിൻബലം നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ കൂടെ ഒക്കെ നിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമല്ലേ. എന്നാലും മൊയ്തു, ഇപ്പോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനും നിൽക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അല്ല മാഷല്ല, ഞാനല്ലോ മാഷല്ല. ഞങ്ങൾ മാഷ ഇപ്പൊ ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയില്ല അല്ലേ? മാഷ് റെസ്റ്റ് എടുക്കണപ്പോ ഇപ്പൊ പാർട്ടിന്റെ പുതിയ തീരുമാനം എന്താ വെച്ചാൽ യൂത്തിനെ ഇറക്കണം എന്നാ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ മാഷ മക്കളിൽ ആരെങ്കിലും ഒരാള്, ശീതളിനോ സത്യശീലനോ അതിലേതെങ്കിലും ഒരാള്. അതെ, ഞാൻ വിളിക്കാം. എടാ, ശീതളാ, ശീതളാ, ശരിയാവും. ഇവര് നിങ്ങളെ കാണാൻ വന്നതാ. എന്താ പതുക? മാഷന്നെ പറഞ്ഞോളി. അത് വേണ്ട, ഏ? മൊയ്തു തന്നെ പറഞ്ഞോ. അതെ സീതള, പഞ്ചായത്ത് ഇലക്ഷൻ വരുവാണല്ലോ മോനെ. ഞങ്ങളെ വോട്ട് ചെയ്യാൻ വരും. അപ്പൊ വോട്ട് ചെയ്യണം. വോട്ട് ഇപ്പൊ എല്ലാ കൊല്ലവും നിങ്ങളെ വോട്ട് ഞമ്മക്കാണെന്ന് ഞമ്മക്ക് അറിയാം. പക്ഷെ ഇപ്രാവശ്യം വോട്ട് മാത്രം പോരാ. അതായത് നമ്മളെ പാർട്ടിയുടെ ഒരു തീരുമാനേ LDPന്റെ സ്ഥാനാർത്ഥി ഈ പെരന്നായിരിക്കണം എന്നാണ്. അയ്യോ, അച്ഛനിപ്പോ ആദ്യത്തെ പോലെ ഒന്നും വായിക്കില്ല. ഏയ്, എടാ അവനെ എന്നെയല്ല ഉദ്ദേശിക്കണേ, നിങ്ങളെ യൂത്തിനെ. അതായത് ഇപ്പൊ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ നിന്നിട്ടണം പാർട്ടിക്ക്. ഏട്ടനിപ്പോ ഒരു 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. ഏട്ടന് ഒന്നാമത്തെ ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരാളാ. അല്ല ഏട്ടൻ മാത്രമല്ലല്ലോ, അനിയനും നിൽക്കുകയാണ്. അയ്യോ മൊയ്തുക്ക, നമ്മളെ വിട്ടേക്ക്. എനിക്കൊന്നാമത്തത് പരിചയമില്ലാത്തൊരു ഫീൽഡാ. അല്ല നമ്മളൊക്കെ ഇപ്പൊ എന്ത് പരിചയം ഫീൽഡിലേക്ക് വന്ന് ആണോ ഉണ്ടിയെ? ഇതൊക്കെ പരിചയപ്പെടുകയാണ് സീതള ചെയ്യാ. അല്ല എന്നാലും ചേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കാം, എന്താ പറയണേന്ന് അല്ല അറിയില്ല. അങ്ങനല്ല. അപ്പൊ മാസ പാത പിന്തുടരുന്ന ഒരു മോപ്പ സീതള അല്ലേ? നിങ്ങളും മാസാണ്. അല്ല എനിക്ക് പറ്റില്ല. ആശയങ്ങളൊന്ന് പറയ്. അവര് തീരുമാനിക്കട്ടെ, ഞാനെന്ത് പറയാം. ഏട്ടനോട് സംസാരിച്ചു നോക്കൂ. പിന്നെ ഏട്ടനൊന്ന് വിളിക്കുന്നത്. അച്ഛാ, ഏട്ടനോടൊന്ന് പറയും. നീ അവനെ വിളിക്കുക, അവനെ വിളിച്ച് നീ എന്നെ ചോദിക്കും. ഏട്ടാ, ഏട്ടാ, ഒന്നിങ്ങോട്ട് വരൂ. എന്താ ഇത് അവർക്കെന്താ സംസാരിക്കാണ്ട് ഇത്ര? സംസാരിക്കാനോ? ഒന്ന് വന്നിട്ട് പോടാ. ഏതു നേരം പറമ്പിലാണല്ലേ മൂപ്പര്. അതുകൊണ്ട് അവൻ അന്തസ്സായിട്ട് ജീവിക്കണം. സത്യശീല, ഇതൊക്കെയാണ് മോനെ. അതെ, അതെ മാഷേ, ഈ ആവശ്യം നിങ്ങളുടെ അല്ലേ, നിങ്ങൾ പറയേ. മതിയോ? അതെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ. അറിയാലോ. അപ്പോ ഈ പെരേന്ന് ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് നമ്മുടെ പാർട്ടിക്ക് ഒരു ആഗ്രഹമുണ്ട്. അച്ഛനിപ്പോ ഈ വയസ്സുകാലത്ത് ഒന്നും ശരിയാവില്ല. അല്ല അച്ഛനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അല്ല ഇനിയിപ്പോ ഇവനിപ്പോ അതിന് സമയം ഉണ്ടാവും ഉണ്ടാവൂടാ. അച്ഛനും അനിയനല്ലേ, നമ്മള് സത്യശീലനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതൊക്കെ നടക്കും. അതെന്താണ് എന്ത് ഭ്രാന്തമോ ഇതൊക്കെ നിങ്ങൾ പറയണേ? ഞാനത് നിന്നത് ശരിയാവില്ല. അങ്ങോട്ട് നോക്കി, ഈ മാഷ മോനാന്നുള്ള ഒറ്റ പേര് മതി നിങ്ങൾക്ക് വിജയിക്കാൻ. ആകെ ശരി തന്നെയാണ്. പക്ഷെ ഈ വാഴയും കൃഷിയൊക്കെ ആരാ നോക്കുക? അത് ഉണ്ണി നോക്കിക്കോളൂ അല്ലേ ഉണ്ണിയെ? എന്ന് പറഞ്ഞിട്ട് വെറുതെ നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ നല്ല അധ്വാനമുള്ള പണിയാ. അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് പാർട്ടിക്കാർക്ക് പറ്റുമോ? ഇതിപ്പോ പാർട്ടിന്റെ ഒരു ആവശ്യമായി പോയി നിങ്ങളൊരാള് നിക്കാന്നുള്ളത്. അല്ല പാർട്ടിയിൽ ഇപ്പോ ജനസമ്മതി ഉള്ള ഒരാള് വേണോ? അപ്പൊ നിങ്ങളുടെ പാർട്ടിയിലില്ലേ? ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. അതാണിപ്പോ കാര്യേ. പാർട്ടി ഇവിടെ ജയിച്ചു കഴിഞ്ഞാല് പാർട്ടിന്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് കാർഷിക മേഖലയിലുള്ള ഒരു വിപ്ലവമാണ്. അതെ, ഇവിടെ ആരും കൃഷി ചെയ്യേണ്ടതല്ല. ഇവിടെ പൂഴിക്കുന്നത്തെ ഗോപാലല്ലടാ. ഓൻ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഓൻ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നുണ്ട്. ഓനും ഓന്റെ ഭാര്യയ്ക്കും ഓന്റെ കുട്ടിക്കും കഴിക്കാനുള്ള പച്ചക്കറി ഉണ്ടല്ലോ, അത് മാത്രം വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കും. ബാക്കി വരുന്നതില് വിൽക്കാനുള്ളതില് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയിൽ അടിക്കണ വിഷത്തേക്കാൾ കൂടുതലുള്ള വിഷം അടിക്കും. പയറൊക്കെ ഈ വലുപ്പം. അതുപോലുള്ള ആളുകളല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. സത്യസന്ധമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. ആ രംഗത്താണ് വിപ്ലവം വേണ്ടത്. അങ്ങനെയുള്ള സത്യസന്ധതയുള്ള ഒരു കർഷകനാണ് സത്യശീലൻ. അല്ല മാഷെ, ഈ മോനല്ലേ എന്തൊരു അവാർഡ് കിട്ടിയത്? ജ്ഞാനപീഠല്ലേ? കർഷകശ്രീ. ഇതിപ്പോ മാഷേ, നമ്മളെ ഭാഷയെ പറഞ്ഞാലേ ഈ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരു ദിവസം വന്ന പോലെയായി. അതായത് കർഷകശ്രീ അവാർഡ് കിട്ടിയ മോൻ
മാസം മോൻ എന്നുള്ള പേരും ഈ ഒറ്റ കാര്യം മതി LDP സ്ഥാനാർത്ഥിയായിട്ട് സത്യശീല ഇവിടെ വിജയിക്കാൻ. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് മൈദുക്ക, പക്ഷെ എന്നാലും അത് വേണ്ട അച്ഛാ. സത്യശീല അത് പറയരുത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അത് അല്ല, കാര്യമായിട്ട് പറയാം. അത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. അത് ഏട്ടാ നിക്കൂ, നമുക്ക് നോക്കാന്നേ. അച്ഛാ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. ആ കണ്ടോ, മാസ് പച്ച ലൈറ്റ് ഇട്ട് കഴിഞ്ഞു. അവന് പെരക്കാരെ വിളിച്ചോണ്ട് വിവരം പറഞ്ഞാൽ അച്ഛാ ഒന്ന് പറയാം. സന്തോഷം. ഒന്ന് വരൂ. സത്യശീല ഈ വിഷമിക്കണ്ടോ, നമ്മളൊക്കെ ഉണ്ട് എന്റെ കൂടെ, ഈ ഒറ്റക്കല്ല. ആ വരി. അതെ, വിവരം അറിഞ്ഞോ? നിങ്ങളെ കെട്ടിയവനാണ് ഇപ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥി. ജയിച്ചിട്ട് എന്താണോ സത്യശീലൻ ജയിച്ചിട്ട് ഇവിടെ എന്താണ് നമ്മൾ കാട്ടിത്തരാം എന്തൊക്കെയാ നടക്കാൻ പോണത്. അപ്പൊ മാഷെ എല്ലാം തീരുമാനമായി. LDP ഈ വാർഡിലെ സ്ഥാനാർത്ഥി സത്യശീലൻ. എണ്ണിയാൽ ഒടുങ്ങാത്ത മർദ്ദനങ്ങളിലൂടെ തോക്കുകൾ നിഴൽ വിരിച്ച പാതയിലൂടെ യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച് അടിച്ചമർത്തപ്പെട്ടവന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ പോരാട്ട സമരമുഖങ്ങളിൽ പണിതയിക്കുന്ന ഈ നാടിന്റെ നായകൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കേരളത്തിൽ തീരുമാനം കൊടുക്കണം. ഇത് നടക്കൂല. ഇവിടെ സത്യയുടെ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞിട്ട് എതിർ സ്ഥാനാർത്ഥിയായിട്ട് ശീതളേട്ടൻ തന്നെ വേണമെന്ന് പറയാൻ നിനക്ക് നാണമില്ലടാ. നീ അത് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടുള്ളതല്ല. ഞങ്ങൾ UDP-ക്കാർ ഒരു സ്ഥാനാർത്ഥിനെ ഒപ്പിച്ചു കൊണ്ടുവന്നതാണ്. ഇവിടുന്ന് സത്യേട്ടന്റെ പേര് വന്നേ പിന്നെ അയാൾ പിന്മാറിക്കളഞ്ഞ്. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയില്ലേ, ശീതളിയൻ എന്റെ അളിയനാണെന്നും കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്ക് നിക്കക്കള്ളിയില്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം, അല്ലെ ഞങ്ങക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായി പോകും. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതല്ലേ പ്രശ്നം? നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ പോയി സ്ഥാനാർത്ഥി ആയിക്കോ. അതല്ല എന്റെ മണ്ടു, നീ ഒന്നും മിണ്ടാതിരിക്കാതെ. ഏടത്തി, നമുക്ക് ജയവും തോൽവിയോ ഒന്നും പ്രശ്നമല്ല. നമുക്കിപ്പോ ഒരു സ്ഥാനാർത്ഥി വേണം, അതും ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളായിരിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ചേട്ടി ഒന്ന് സംസാരിക്കുള്ളോട്. നീ ഇതും പറഞ്ഞോണ്ട് വന്നപ്പോ ശീതളേട്ടൻ ഇവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. മണ്ടു, നിന്നോട് ഒരു പ്രാവശ്യം മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ? നീ പേടിക്കണ്ടേ പേരി, അച്ഛനും ചേട്ടനും കൂടെ വരട്ടെ, ഏടത്തി പറഞ്ഞ് സമ്മതിപ്പിക്കാലോ. ആ, ഏടത്തി ഒന്ന് സംസാരിക്കും. നീ ധൈര്യമായിട്ട് പൊയ്ക്കോടാ. നീ നാളെ എങ്ങാനും ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ. ഒന്നും കൂടി ഒന്ന് ആലോചിക്കടി. ഇതിന്റെ ഗൗരവം വല്ലതും മനസ്സിലാക്കിയിട്ടാണോ പറയണേ? നിന്റെ വീട്ടിൽ നിന്ന് ഈ നിമിഷം വരെ ഒരാവശ്യം പറഞ്ഞിട്ട് ഒരാളും വന്നിട്ടില്ല. ആദ്യമായിട്ട് ആങ്ങളെ വരികയാണ് ഒരാവശ്യം പറഞ്ഞിട്ട്. ഇങ്ങനെ മുഖത്തടിച്ചോലെ പെരുമാറാൻ കൊള്ളാമോ? എന്റെ ചേച്ചി, ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ടുപേരും മത്സരിക്കാനോ? എടി, ജയിച്ചാലും തോറ്റാലൊക്കെ നമ്മുടെ വീട്ടിലല്ലേ, പുറത്തൊരാളുടെ മുമ്പിലാണോ തോക്കണേ? ഒരെന്നാലും ഇല്ല. നീ ഇനി ഇതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. ഞാൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പോവാ. LDP-യെ കുറിച്ച് ഓർക്കുമ്പോ സഹതാപാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പാർട്ടിയിൽ മത്സരിക്കാൻ ഒരു വ്യക്തി പോലും തയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് നമ്മുടെ വിജയം. എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് നമുക്ക് സ്ഥാനാർത്ഥിയായി കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ശീതളൻ. നമുക്കെല്ലാം പ്രിയങ്കരായ മൻമഥൻ സാറിന്റെ മകനാണ് ശീതളൻ. ഇദ്ദേഹമാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നറിഞ്ഞപ്പോൾ മത്സരിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വന്നാൽ എന്താ ചെയ്യാ? മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇദ്ദേഹത്തോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായി കുലബന്ധം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആരാത്? ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സത്യശീലൻ. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ നമുക്കൊക്കെ തോന്നുന്നത് പൊട്ടക്കിണറ്റിൽ വീണ തവളയോട് ഉപമിക്കാൻ. പാരമ്പര്യമായിട്ടുള്ള കുറച്ച് സ്വത്തിലെ കൃഷിയും വീട്ടുകാർ പറയുന്നത് കേട്ട് അടുക്കളയും കൃഷിസ്ഥലവും കൃഷിസ്ഥലമായിട്ട് മാത്രം കഴിയുന്ന ഒരു മനുഷ്യ ജീവി. അദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനങ്ങൾ നടത്താക്കാൻ കഴിയുക? എങ്ങനെയാണ് പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ കഴിയുക? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് സാധാരണക്കാരന്റെ ചൂടും വിഷമവും ദുഃഖവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നമ്മളിൽ ഒരാളായ ശീതളന് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം, ടെലിഫോൺ അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.
നമസ്കാരം. ആരാ നമ്മുടെ സ്ഥാനാർത്ഥി? നമ്മുടെ സ്ഥാനാർത്ഥി. എന്താ നമ്മുടെ അടയാളം? നമ്മുടെ അടയാളം. ആരാ നമ്മുടെ സ്ഥാനാർത്ഥി? നമ്മുടെ സ്ഥാനാർത്ഥി. നമ്മുടെ നേതാവ്. എന്താ നമ്മുടെ അടയാളം? പ്രിയമുള്ള നാട്ടുകാരെ, ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDPയുടെ സ്ഥാനാർത്ഥിയായ സത്യശീലനെ മാങ്ങ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണമെന്ന് വളരെ താഴ്മകേഴ്മയോടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സത്യശീലനെ കുറിച്ച് പറയാൻ എനിക്ക് 100 നാവുകളാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ നിങ്ങൾക്കെല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ മൻമഥൻ സാറിന്റെ മൂത്ത പുത്രനാണ് സത്യശീലൻ. സത്യശീലൻ കർഷക സ്ത്രീ അവാർഡ് നേടിയ വ്യക്തിയാണെന്ന് പറയാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ കർഷക സ്ത്രീ അവാർഡ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹം മണ്ണിനറിയണം, നമ്മളറിയണം, ഈ നാടിനറിയണം. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ സാധിച്ചതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് നാട്ടുകാരെ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സത്യശീലന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സത്യശീലന്റെ തന്നെ ഒരു അനിയനാണ്. മണ്ണും ചാണകവും എന്താണെന്നറിയാത്ത ഞാൻ പറയാ ഒരു ശിശുവാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ മണ്ണും ചാണകവും വേർതിരിച്ചറിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഈ UDPക്കാർക്ക് എങ്ങനെ തോന്നി എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഒരു രക്ഷയുമില്ല. കാരണം കർഷക സ്ത്രീ അവാർഡ് നേടുക എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനറിയുന്ന ഒരു വ്യക്തിക്ക് പറ്റൂ. നമ്മുടെ സ്ഥാനാർത്ഥി സത്യശീലനെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിനെ ഒരു കാർഷിക വിപ്ലവ പഞ്ചായത്താക്കി മാറ്റുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. മോഡലുകളും മോടികളും ആഡംബരങ്ങളും ആർഭാട ജീവിതങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ യുഗമല്ല മനസ്സുകളിലേക്ക് അതെ, ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ണ് കണ്ട് തല്ലിപ്പൊളിക്കാനോ തെറി പറയാനോ നിൽക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞോളാം കാര്യങ്ങള്. ശീതള ഒന്നിട്ട് വന്നേ. നിന്റെ എതിർ സ്ഥാനാർത്ഥി ഏട്ടനാകൊണ്ടാണ് ഞങ്ങളൊന്നും മിണ്ടാത്തത്. നിന്റെ ഏട്ടനും കൂട്ടിനും കൂടിയിട്ട് ഇന്നലെ നമ്മുടെ കൊടി പറിച്ചു വലിച്ചിട്ടെന്ന്. ഏട്ടനെ വിളിക്ക്, ചോദിക്കാതെ വിളിച്ചു ചോദിക്കും. ഏട്ടാ ഒന്നുകൂടെ വരും. എന്താണാ ഒരു കാര്യം പറയാനാ. എന്താണ് ചേട്ടാ, ചേട്ടന്റെ പാർട്ടിക്കാർ കാണിച്ച പണിയാണോ? എന്റെ പാർട്ടിക്കാരോ? ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി വലിച്ചു കയറിയെന്ന്. അത് എന്റെ പാർട്ടിക്കാരാ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ പറയണത്? അവിടെ കിടന്ന് മൊയ്ത് കിടന്ന് കറങ്ങണ്ടായിരുന്നു രാത്രി. അല്ല ചോദിക്കളിയാ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണത്? ഞങ്ങളുടെ കൊടി ഞങ്ങൾ പറിച്ചു വലിച്ചിട്ടില്ലല്ലോ, അത് നിങ്ങൾ തന്നെയല്ലേ വലിച്ചിട്ടത്. എന്റെ പൊന്ന് ചെങ്ങാതിയായി ഒരു കൊടിയല്ലേ, അത് മറഞ്ഞു വേണ്ടെങ്കിൽ അത് തിരിച്ച് എടുത്ത് കുഴിച്ചിട്ടാ പോരെ. ചേട്ടാ അങ്ങനെ നിസ്സാരമായിട്ട് പറയരുത്. പാർട്ടിക്ക് കൊടി വലുത് തന്നെ. അതിനിപ്പോ ആരെന്ത് കണ്ടോരൊന്നും ഇല്ലല്ലോ. കണ്ടോരില്ല എന്തിനാ രാത്രി 12 മണിക്ക്? 12 മണിക്ക് ഇവർക്ക് എന്താണ് പരിപാടി? എന്തൊക്കെയാണ് രാത്രി 12 മണിക്ക് എന്ത് പരിപാടി? പിന്നെ കണ്ട സമയത്ത് നിങ്ങൾക്ക് അവരോട് ചോദിച്ചുകൂടാ? അക്രമം വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഞങ്ങൾ സമാധാനത്തിന്റെ പാതയിലാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ടൊന്ന് പോ ചങ്ങാതി. ഞങ്ങളിലോ നിങ്ങൾ തൊട്ടി കളിച്ചാൽ സത്യശീല, ഇന്നലെ രാത്രി നമ്മൾ കഷ്ടപ്പെട്ട് ഒട്ടിച്ച എല്ലാ പോസ്റ്ററും ഇവർ കീറിക്കണം. ഇതിനെന്താ സമാധാനം? അതിന് സമാധാനം പറയണോ? അപ്പൊ ചേട്ടന് പോസ്റ്റർ കയറിയപ്പോ ചേട്ടന് വിഷമായി. ഞാൻ ഈ കൊടി കയറിയവരും പറയുമ്പോ ചേട്ടന് ഒരു അടക്കുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഞാൻ പറയുന്നത്. കുറെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല നടിക്കേണ്ടി വരും. അങ്ങനെ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. ഇതിന് ചേട്ടനോട് തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഇനി ഇവര് തീരുമാനിച്ചോളൂ.
അച്ഛന്റെ പാർട്ടിയുടെ പാർട്ടിയും പാർട്ടി പ്രവർത്തനവും ഒക്കെ ഈ പടിക്ക് പുറത്ത്. ഇതെന്റെ വീടാ, ഇവിടെ ഒന്നും പറ്റില്ല. പോരിടോ, പോരി പോരി. മതി, ഇനി എല്ലാം കഴിഞ്ഞ് മതി അകത്തോട്ട്. എന്താണ് ഈ നോക്കി നിൽക്കുന്നത്? കേൾപ്പൊളി. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കള്ളന്മാർക്കും കൊള്ളക്കാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കലാശക്കൊട്ട്. കേരള രാഷ്ട്രീയം എത്തി നിൽക്കുന്ന സ്ഫോടനാത്മകമായ സാഹചര്യത്തിന്റെ എല്ലാ വീറും വാശിയും പ്രകടമാകുന്നതായിരുന്നു പരസ്യ പ്രചാരണത്തിന്റെ സമാപനം. നേരം പുലരും മുമ്പ് തന്നെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകൾ പ്രചാരണ വാഹനങ്ങളാൽ ശബ്ദമുഖരിതമായിരുന്നു. സംസ്ഥാനത്തെ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. 5 മണിവരെ 74.15% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഇന്നെങ്കിലും അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരുമോ? അത് കൊടുത്താൽ ഫീസ് കൊടുക്കണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. എടാ ശരിയാക്കി തരാടാ. എനിക്കത് കിട്ടില്ലേ ഞാൻ നാളെ സ്കൂളിൽ പോവില്ലട്ടാ. എടാ നിന്നോട് ശരിയാക്കി തരാന്ന് ഞാൻ പറഞ്ഞ. നിനക്ക് സ്കൂളിൽ പോകാൻ മടിയാണെങ്കിൽ നീ അത് പറയടാ. പിന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല. മടിയൊന്നുമില്ല, അതാ ഇവിടെ കഥ പറഞ്ഞോണ്ടിരിക്കണം. സ്കൂളിൽ പോടാ. നാളെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നാളെ പൈസ വേണം. എടാ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. പോടാ, മാറ് വെട്ടി മുമ്പിന്ന് മാറ്. എടി മോളെ, നീ ആ കൊച്ചിനെ മുതിർത്ത് എന്തിനാണ് ഈ കുതിര കയറണത്? നിനക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി കൊടുത്തൂടെ? അച്ഛനെന്തോ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ വർത്താനം പറയണത്. അതെന്താണ്? എത്ര കാലം ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ അതിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങി നടക്കണ്. ഓരോ തവണ അവിടെ ചെല്ലുമ്പോഴും അവര് ഓരോ കാര്യം പറഞ്ഞ എന്നെ കൂടെ തിരിച്ചയക്കും. അവരുടെ മട്ടുമാവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതാണ്ട് എന്റെ ഭർത്താവ് മരിച്ചെന്ന് കള്ളം പറയണ പോലെയാണ്. അപ്പൊ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടാണോ? അച്ഛാ, ഇവിടുന്ന് ആശുപത്രി കൊണ്ടുപോകുമ്പോ ഓട്ടോയിൽ വെച്ചല്ലേ അങ്ങേര് മരിച്ചത്. ആശുപത്രി വെച്ചായിരുന്നെങ്കിൽ ഈ ഒരു കുഴപ്പം ഉണ്ടാവൂലായിരുന്നു. എന്ന മോളൊരു കാര്യം ചെയ്, എത്രയും പെട്ടെന്ന് മോള് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് പോയി കാണാൻ നോക്ക്. പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. ഇപ്പൊ പിടിച്ചാല് നമ്മുടെ കാര്യം സാധിക്കും. ഇത്രയും നാളായിട്ട് നടക്കാത്ത കാര്യം ഇപ്പൊ നടക്കുന്നാണ് അച്ഛൻ പറയണത്. ഏതായാലും എന്റെ പൊന്നുമോളൊന്ന് പോയി നോക്ക്. നീ അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട, ഞാൻ പോയി നോക്കാം. എന്റെ സുഗത മെമ്പർക്ക് മാത്രം ചിരി വരാത്ത? എങ്ങനെ പ്രസിഡന്റ് ചിരിക്കുക? 4 പ്രാവശ്യം അടുപ്പിച്ച് ജയിച്ച വാർഡാണ് എന്റെ. ഈ പ്രാവശ്യം എനിക്ക് അവിടെ മത്സരിക്കാൻ പറ്റുമോ? അത് സംവരണ വാർഡായില്ലേ? അല്ല, അതിപ്പോ വനിതകളുടെ വാർഡാണെങ്കിൽ മൂപ്പരെ ഭാര്യനെ നിർത്തനി അത് പറ്റില്ല. ഇനിയിപ്പൊ എന്റെ വാർഡിനെ വേണമെന്നില്ല. ഈ പഞ്ചായത്തിലെ ഏത് വാർഡിൽ നിന്നാലും ജനങ്ങളെ എനിക്കേ കുത്തു. അത് കഴിഞ്ഞ ആഴ്ചയും കൊണ്ട് എന്ത് കുത്തേ? അല്ല, അതിപ്പോ ചില ജനങ്ങൾ എങ്ങനെയാണ് സ്നേഹപ്രകടനം നടത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അതിപ്പോ സുഗത മെമ്പർ പറഞ്ഞാൽ കാര്യമായിട്ട് മെമ്പറേ. അതായത് ഇപ്പൊ നമ്മളെ പഞ്ചായത്തിലല്ല, വേറെ ഏത് പഞ്ചായത്തിലായാലും മെമ്പർമാരെ മനസ്സുകൊണ്ട് തെറി പറയാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. പ്രസിഡന്റ് അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷം ഞാൻ എന്റെ വാർഡിൽ ഭരിച്ചിട്ട് ഇന്നേ വരെ ഒരാളും ഒരു അനാശാസ്യവും എന്നോട് പറഞ്ഞിട്ടില്ല. കാഞ്ചന മെമ്പറെ, അനാശാസ്യല്ല, അനാവശ്യം. എന്തായാലും അത് എന്നോട് പറഞ്ഞിട്ടില്ല. ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും 2ാം വാർഡിലെ എല്ലാ ജനങ്ങളും എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ പ്രസിഡന്റ്, നമ്മുടെ പഞ്ചായത്തിന്റെ മുമ്പിൽ സത്യാഗ്രഹിക്കുന്നില്ലേ ഉണ്ണി? മെമ്പറുടെ വാർഡിലല്ലേ? അയ്യോ, ആ ചെറുക്കനൊരു തലവേദനയുണ്ട് പ്രസിഡന്റ്. ഞാൻ ചോദിക്കട്ടെ മെമ്പർ, എന്തിന്റെ സൂക്കടാണ് ഓന്? ഈ 5 കൊല്ലൊക്കെ സത്യാഗ്രഹം ചെയ്യാന്ന് പറഞ്ഞ ഓന് വേറെ ഒരു പണിയില്ലേറ്റില്ല. ആരെങ്കിലും കിടക്കും 5 കൊല്ലം? അയ്യോ പ്രസിഡന്റ്, അങ്ങനെ പറയല്ലേ. അവനും കുട്ടികൾക്കും കയറി കിടക്കാൻ ഒരു കിടപ്പാടുമില്ലാഞ്ഞിട്ടല്ലേ പ്രസിഡന്റ് ആ കാട്ടാത്ത് കടവിൽ കിടക്കണ 2 സെന്റ് അവന് പതിച്ചു കൊടുത്തൂടെ? അല്ല, അങ്ങനെ നമുക്ക് കൂട്ടായിട്ട് തീരുമാനം എടുക്കാൻ പറ്റെങ്കിൽ എടുത്തോളാം. അല്ല, ഇനിയിപ്പൊ അതിന്റെ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ കാര്യാക്കണ്ട. ഈ ഒരു സമയത്ത് അത് ചെയ്യുന്നതല്ല. കിട്ടായിയൊന്നുമില്ലെന്നേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താലേ അത് ചെയ്തോളുണ്ട്. എന്നാ പിന്നെ നമുക്ക് ചെയ്താളാം. നമുക്ക് അതിന് ഐശ്വര്യമായിട്ട് ഇപ്പൊ വരുന്നത് കേരളപ്പിറവി ദിനാണല്ലോ. കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ ആ തീരുമാനം എടുത്തു. അപ്പൊ ഒരു തലവേനായിട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. അല്ല, വേറൊരു തലവേനയാണല്ലോ വരുന്നത്.
മണ്ടോതിരി വരി. എന്തൊക്കെയാണ് വിശേഷം? പ്രസിഡന്റെ, എന്റെ ഭർത്താവിന്റെ 5ാമത്തെ ആണ്ടാണ് ഈ മാസം. ആണോ? അല്ല, അപ്പൊ ഇമാസം ഞമ്മക്ക് എന്താ ഒഴിവുണ്ടാവും എല്ലാവർക്കും? പരിപാടിയാണ്. അത് ഇവിടെ പഞ്ചായത്തിൽ ആർക്കും മെമ്പർമാർക്ക് ആർക്കും ഒഴിവുണ്ടാവില്ല. ആണ്ടിന് എന്തായാലും വരാൻ പറ്റൂല. ഞാൻ നിങ്ങളെ ആരെയും ആണ്ടിന് ക്ഷണിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. പ്രസിഡന്റിന് അറിയാലോ എത്ര കാലമായി ഞാൻ കേറി ഇറങ്ങി നടക്കണു. അതിനെന്തിനാ മണ്ടോതിരി നടക്കണത്? ഒരു സ്കൂട്ടർ മേടിച്ചൂടെ? കുടുംബശ്രീന്ന് ലോണൊക്കെ കൊടുക്കണ്ടല്ലോ. മെമ്പറെ, മണ്ടോതിരി പറ. എന്റെ ഭർത്താവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ചോദിച്ചോണ്ട് എത്ര നാളായി ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കണു. അല്ല, അതിപ്പോ എന്താന്നറിയാം, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മണ്ടോതിരി. അതൊന്ന് മനസ്സിലാക്കണം നിങ്ങള്. എന്ത് പ്രശ്നമാണ് പ്രസിഡന്റ്? എന്റെ കൊച്ചിപ്പോ ഹൈസ്കൂളിലായി. ഈ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ കൊണ്ടു കൊടുത്താ അവന് ഫീസ് അളവ് കിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കണത്. പ്രസിഡന്റിന്റെ വാർഡിലല്ലേ ഈ കൊച്ച്, അന്ന് ശരിയാക്കി കൊടുക്കാൻ വയ്യാട്ടല്ലോ. അതെന്ത് പറഞ്ഞാലും പ്രസിഡന്റിന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ചയാണ് പറ്റിയത്. ആ കുട്ടീനായിട്ട് നേരിട്ട് സെക്രട്ടറി കണ്ട് ചെന്ന് കാര്യം പറഞ്ഞ് ശരിയാക്കാവുന്നല്ലോ. സെക്രട്ടറിനേറ്റ് കണ്ടിട്ട് പല തവണ ഞങ്ങൾ ചർച്ച ചെയ്ത അതിന്റെ ഉൾവശം നിങ്ങൾക്ക് അറിയായിട്ടാണ്. അല്ല, അതെന്തായാലും റിസ്ക് എടുത്ത് ചെയ്തു കൊടുക്കണത്. ചെയ്തു കൊടുക്കും. ഇതിപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കേൾക്കണതാണല്ലോ. അല്ല, ഇത് ഉറപ്പാ. ഇത് കാലം പോയത് അറിയുന്നില്ല. 5 വർഷം എത്ര പെട്ടെന്നാണ് പോയത്. അത് നിങ്ങളറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, നിങ്ങൾ ബസ്മിക്കല്ലേ. ഇതെന്തായാലും ഞാൻ നമ്മളെ ഈ ഒരു മാസം കൂടി ഉള്ളൂ ഞങ്ങളെ ഈ ഭരണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ തീരുമാനം എടുക്കും അല്ലേ? അപ്പൊ പഞ്ചായത്തിൽ പോയി കേട്ടോ. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് പ്രസിഡന്റ് എനിക്ക് ഉറപ്പ് തന്നത്. ആണ്. ഇനി ഇതിന് വല്ല മാറ്റം ഉണ്ടായാ? ഉണ്ടാവില്ല. പ്രസിഡന്റ് എന്ന നിലക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ എന്നെ കൊണ്ടാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കണ്. അത്ര നല്ലൊരു പേരും സമ്പാദിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾക്ക് പറയാനുള്ള പറയാം. മേളത്തിനിട്ട് താങ്ങിയതാട്ടാ. പ്രസിഡന്റ് അങ്ങനെ എന്നെ നോക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പഞ്ചായത്തിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത ഓരോന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാലേ ഈ പഞ്ചായത്ത് മുഴുവൻ നാറും. അതെ, കാഞ്ചന മെമ്പർ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ നാറിന്റെ കാര്യമൊന്നും ഈ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കേട്ടോ. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു തറവാട്ടെന്നല്ല ഞാൻ ഇതിനിട്ട് ഇറങ്ങി തിരിച്ചേ. ഞങ്ങളുടെ തറവാട് മോശം. അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ എന്റെ ഉപ്പ മീൻ കച്ചവടക്കാരനെ അതുകൊണ്ട് വിട്ടാലേ. പക്ഷെ ഉപ്പാന്റെ ഉപ്പ ഉണ്ടല്ലോ, ഉപ്പാന്റെ ഉപ്പ ബേപ്പൂരിൽ തടി വ്യവസായി എനിക്ക് മൂപ്പർക്ക്. ഇനി ആ ഉപ്പന്റെ ഒരു ഉപ്പുണ്ട്. ആ ഉപ്പ ഹജൂർ കച്ചേരിയിൽ സിബായി. ഇനി ഹജൂർ കച്ചേരി സിബായി, സിബായി ലകളാന്ന് കേട്ടില്ലേ? പഠിച്ചില്ലേ? സിബായി ലകൾ ഉണ്ടാവാൻ കാരണക്കാരൻ നമ്മൾ ഉപ്പ. വാപ്പുള്ളടത്ത് ഉണ്ടാവോന്നൊക്കെ ഉണ്ടായില്ലേള്ളൂ. ആ ശിപ്പായി ലഹള അത് ഉപ്പാന്റെ ഉപ്പ അല്ലേ? അതൊക്കെ മിനിസിൽ എഴുതിട്ടോ. പിന്നെ അത് എഴുതണ്ടേ? അതൊന്നും എഴുതണ്ടോ? ഞാൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞല്ലേ. അങ്ങനെ പറയാമല്ലോ, എനിക്ക് എന്റെ ജോലിയുണ്ട്. പിന്നെ ഉണ്ണിയുടെ കാര്യം, ഉണ്ണീനൊന്ന് വിളിക്ക്. ഉണ്ണീനെ വിളിക്ക്. പന്തല് വിളിക്കാൻ പറഞ്ഞ പന്തൽ വിളിക്കാം. ഭയങ്കര പഞ്ചായത്ത് ഓഫീസിന്റെ വീട്ടിൽ മരിച്ച പന്തല് പോലെ ഓനെ പോയി വിളിച്ചോട്. ഉണ്ണിക്ക് 2-3 നമ്പർ ഉണ്ട്. ഉണ്ണി വിളിച്ചപ്പോ ഞാൻ വിളിക്കാം. സത്യാഗ്രഹം നടത്തുന്നതാണോ? സെറ്റപ്പാണോ? അല്ല, എങ്കിലും ഈ ഉണ്ണി പോന്നെന്നൊക്കെ പറയുമ്പോ ഒരു വിഷമമുണ്ട്. എന്തിനു ഈ 5 വർഷം കൊണ്ട് അവിടെ നമ്മുടെ ഒരു വീട്ടുകാരനെ പോലെ അവിടെ കിടന്നില്ല. 5 കൊല്ലമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സമരപ്പന്തലും വെച്ച് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് കരുതില്ലേ? നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരും ഇല്ലാത്തപ്പോ പല കാര്യങ്ങളും ഉണ്ണി ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ണി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓഫീസിൽ ഇല്ലാത്തപ്പോഴോ? ആ, പിന്നെ മാത്രമല്ല എനിക്ക് വലിയൊരു ഉപകാരിയാണ്. ഉണ്ണിക്ക് ഗ്യാസ് കണക്ഷൻ ഒക്കെ ഉണ്ടേ. അപ്പൊ ഇടയ്ക്ക് എന്റെ വീട്ടിൽ ഗ്യാസ് ചെയ്തോ ഉണ്ണിയില്ലെന്നല്ല ഞാൻ എടുത്തു. നമുക്കിവിടെ മത്സരിപ്പിച്ചാലേ തവണ ഉണ്ണിയുടെ വരുന്നേ. അല്ല ഉണ്ണിയെ ചേർന്ന് വരുന്നേ. ഞാൻ കുളിക്കാൻ പോയി. അതിപ്പം കുളിയൊക്കെ പെടുന്നോ? ആ, കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് പോയി ഇവിടെ നല്ല കുളിക്കണേ. എന്നാലേ കുളിയൊക്കെ എന്നത്തോളം അവസാനിപ്പിച്ചാള്. അന്റെ സത്യാഗ്രഹം അവസാനിപ്പിച്ചാള്. എന്തേ? സമരം വിജയിച്ചു. എന്റെ ഉണ്ണി, ഞാൻ ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെട്ടിട്ടാണ് നിനക്കിപ്പോ ഈ സ്ഥലം കിട്ടാൻ പോകുന്നത്. നീ സന്തോഷിക്കുണ്ണി. ഇപ്പൊ 2.5 സെന്റ് ഭൂമിക്ക് വേണ്ടിയല്ലേ എന്റെ സത്യാഗ്രഹം? അതെനിക്ക് സ്ഥലം നമ്മുടെ കാട്ടാത്ത് കടവിലെ 2.5 സെന്റ് ഉണ്ണിക്ക് പതിച്ചു തരാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ഉണ്ണി ഇന്ന് തന്നെ ആ ഷെഡും പൊളിച്ച് സമരം വിജയിച്ച് ഇവിടുന്ന് പോയിക്കോ. അത് പറ്റൂല സാറേ, അതിനൊക്കെ നടക്കൂല. ഇവിടെ പഞ്ചായത്ത് പഠിക്കല് ഞാൻ താമസിച്ചില്ലേ, അതുകൊണ്ട് ഇവിടെ സെറ്റായി. ആ, ഇവിടെ സുഹൃത്തുക്കള്, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ് എല്ലാം ശരിയായി. ഇനി ഇവിടുന്ന് പോവാൻ പറ്റൂല. അവൻ പറഞ്ഞാലും അവനിപ്പോ കത്തൊക്കെ ഇവിടെ വന്നു തുടങ്ങി. അവന്റെ അഡ്രസ്സിൽ ഉണ്ണി പഞ്ചായത്ത് പഠിക്കലുണ്ട്. മോനെ അതെന്തറിയോ, ഇജ്ജ് പോയേ പറ്റൂ. കാരണം ഞങ്ങള് ഭരണകാലം അവസാനിക്കാൻ പോവാണ്. 1-ാം തീയതി പോലും ഞങ്ങളില്ല. നിങ്ങൾ പോയാലും വേറെ ആൾ വരില്ലേ? അത് ശരിയാവൂല. അതെങ്ങനെ ശരിയാവൂല്ലേ? ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഞാൻ താമസിക്കുന്ന പഞ്ചായത്ത് പഠിക്കലുണ്ടല്ലോ, ഷെഡ് കെട്ടി നിൽക്കുന്ന സ്ഥലം, അത് നിങ്ങൾ എനിക്ക് പതിച്ച എന്നാലേ പോവാൻ പറ്റുള്ളൂ. അതിനുള്ള വകുപ്പുണ്ട് നമ്മളെ എവിടുത്തെ പ്രശ്നമാണ് കണ്ടോ ചോദിക്കുന്നുണ്ടോ? അതിനുള്ള വകുപ്പില്ല. അത് തരാൻ പറ്റൂല. പഞ്ചായത്തിന്റെ സ്ഥലമല്ലേ, അത് പറ്റില്ല. അത് തരാൻ പറ്റൂല.
പഞ്ചായത്ത് പ്രസിഡന്റ് നീതി പാലിക്കുക. ഇന്ന് ഈ സമരം മുന്നോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നീതി പാലിക്കുക. എന്തായാലും ഉണ്ണി സമരം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത ഇലക്ഷൻ കഴിയുമ്പോ നിങ്ങൾ പ്രതിപക്ഷത്ത് വരുമല്ലോ. അങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾ ഉണ്ണിയുടെ കൂടെ കൂടിയാൽ ഭരണപക്ഷത്തിനെതിരെ നിങ്ങൾക്ക് സമരം ചെയ്യാൻ ഒരു കാരണമാവൂലേ ഉണ്ണി? വെറുതെ തമാശ പറയില്ല. ഞാൻ കാര്യമായിട്ട് പറയാണ്. നിങ്ങളെ പഞ്ചായത്ത് നിങ്ങളെ വാർഡിൽ പെടുന്ന ചെങ്ങായിയാണോ? ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മെമ്പറിന്റെ കടമയാണ്. അത് ഞാൻ പറയാം സാറേ. എന്തെങ്കിലും ഇവിടെ 2 സെന്റ് സ്ഥലം കൊടുക്കാൻ വല്ല വകുപ്പ് ഉണ്ടോ ഈ പഞ്ചായത്ത്? എന്ത് പഠിക്കാനാണ് മെമ്പർ? ഇത് പഞ്ചായത്ത് മെമ്പർ അത്. അതെ. അല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം കേറണ്ടേ, ഭരണത്തിൽ വരണ്ടേ? അതിന് പഞ്ചായത്തിന്റെ മുന്നിൽ സ്ഥലം ഓരോട്ട് എഴുതി കൊടുക്കല. നടക്കുന്ന കാര്യമാണത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നാലാളെ വിളിച്ചിട്ടായാലും ഷെഡ് പൊളിച്ചു മാറ്റിയിട്ട് മാനം നേടുകയാണ് നല്ലത് കേട്ടോ. നിങ്ങളെ ഇപ്പൊ ഇനി കാലാവധി അവസാനിക്കാൻ മുൻപ് ഒരു സന്തോഷ വാർത്തയോടെ ഞാൻ പറയാനുണ്ട്. ഈ 2015 നമ്മൾ അനുവദിച്ച വാർഷിക ഫണ്ടിൽ ഇനിയും പലത് ചെലവാക്കാനുണ്ട്. അപ്പൊ അത് ഉണ്ട്. നമുക്കൊരു വേണമെങ്കിൽ ഒരു നമ്മുടെ കുടുംബങ്ങളെല്ലാം കൂടി വേണമെങ്കിൽ ഒരു ടൂറൊക്കെ പോയി കാണാം. അപ്പൊ മണ്ടോത്തിന് നല്ല സമയത്താണ് വന്നത്. ഞങ്ങൾ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി അപ്പുറത്തെ റൂമിലാണ്. അപ്പൊ നമുക്ക് ആദ്യം സെക്രട്ടറിനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പൊ ജയസേ, നിങ്ങൾ നമ്മളെ കൂടെ പോരി. മീറ്റിംഗ് പിരിച്ചു വിട്ടോ? മീറ്റിംഗ് പിരിച്ചുവിട്ടില്ല. പിന്നെ മിനിറ്റ്സ് ആരെഴുതും? മിനിറ്റ്സ് തൽക്കാലം പ്യാരി എഴുതിക്കൊണ്ട് അവിടെ കൊടുക്കുന്നത്. അത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യാം, കാഞ്ചനമാട എഴുതും. അതെ, അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതണ്ടേ? പ്യാരിനെ എടുത്ത് കൊടുക്ക്. ആവശ്യമില്ലാത്തൊന്നും എഴുതരുത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് അത് ചെയ്തു വരുമ്പോ നിങ്ങൾ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. മണ്ടോദരി, ഞാൻ ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നടക്കും. ധൈര്യമായിട്ട് ചെല്ലും. ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. എന്ത് ശക്തമായിട്ട് ഇടപെട്ടു? പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ശക്തമായിട്ടല്ലേ ഇടപെടുന്നത്. അങ്ങോട്ട് എഴുത്. ഞാൻ എല്ലാത്തിലും ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. അങ്ങോട്ട് എഴുത്. ഇല്ലാത്ത കാര്യം ഞാൻ എഴുതൂല. അല്ല അതല്ല, അത് കാര്യങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് കേട്ടോ. ശരി, അങ്ങനെ വന്നോളൂ. സാറേ, ഇത് മണ്ടോതിരി നമ്മുടെ വാർഡിലാണ്, നമ്മുടെ വോട്ടറാണ്. ഓരോ ഭർത്താവ് ചെറുതായിട്ടൊന്ന് മരിച്ചുപോയി. അപ്പൊ അതിന്റെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം അവർക്ക്. അതിന് വന്നാ. ഓഹോ, അത് ശരി. സെക്രട്ടറിയാണ്. അല്ല, അതിന് ഇപ്പൊ പ്രസിഡന്റിനെയൊക്കെ ആയിട്ട് വന്ന എന്തിനാണ്? നേരിട്ട് വന്നാ പോരെ? ഞാൻ തരില്ലേ? എത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ സാറ് ഒന്ന് ശരിയായി കൊടുക്കി. ഞാനവിടെ മീറ്റിംഗിലാണ് കേട്ടോ. ഞാനൊന്ന് ഡീൽ ചെയ്തിട്ട് കേട്ടോ. ശരിയായി തരും. ഒന്ന് ഡീൽ ചെയ്യും. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് കേട്ടോ. നമുക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. സാറേ, ഞാനിവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 5 വർഷമെങ്കിലും ആയിട്ടുണ്ട്. എന്താണ് സാറേ? ഇവരെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അപേക്ഷ ഞങ്ങൾ അന്വേഷിക്കാൻ പോയി. വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ ആശുപത്രി കിടന്നാണ് മരിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ആശുപത്രിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോ അവിടെ ഇങ്ങനെ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് വ്യക്തമായിട്ട് എവിടെ വെച്ചാണ് മരിച്ചു എന്താണെന്നുള്ള ഒരു നമുക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല കേട്ടോ. എന്താ പേര്? മണ്ടോദരി. മണ്ടോദരി, എങ്ങനെയാ ഭർത്താവ് മരിച്ചത്? ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാണ് സാറേ. ഒരു ദിവസം പണി കഴിഞ്ഞ് വീട്ടില് മുറ്റത്ത് ഇരുന്നിട്ട് എന്നോട് പറഞ്ഞ ചായ കൊണ്ടുവരാൻ. ഞാനാണെങ്കിൽ അപ്പം മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചായ കൊടുത്തില്ലെങ്കിൽ ആകെ ചീത്തയും ബഹളമായിരിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് പോയി ചായ വെച്ച്. ചായയും കണ്ട് പുറത്ത് ചെന്നപ്പോഴത്തേക്ക് ആളെ കാണാനില്ല. ഈശ്വര, ചായ ചോദിച്ച ആളിത് എവിടെ പോയിന്ന് ഓർത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ആകെ ഒരു ആന്തലായിരുന്നു. പിന്നെ അവിടെ നോക്കുമ്പോഴത്തേക്കും താഴെ വീണ് കിടക്കണ്. ഞാൻ കുറെ വിളിച്ചിട്ടൊന്നും എണീക്കണില്ല. അപ്പോ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പിടിച്ചെണീപ്പിക്കാനും പറ്റൂലല്ലോ. അപ്പോഴാണ് അതുവഴി ഒരു ഓട്ടോറിക്ഷ വന്നത്. അപ്പൊ പിന്നെ ആ ഓട്ടോക്കാരനും ഞാനും കൂടി ഓട്ടോയിൽ കയറ്റി എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചാ മതി എന്നായിരുന്നു. പോണ വഴി ഓട്ടോ ഒരു കട്ടറ് ചാടി. അപ്പൊ അയ്യോ അയ്യോ അങ്ങനെ മാത്രം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല സാറേ. ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു കഴിഞ്ഞെന്ന്. സാറ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ശരിയായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാതെ എങ്ങനെയാ സർട്ടിഫിക്കറ്റ് തരാ? എനിക്ക് വേറെ ഒന്നിനും വേണ്ടിയല്ല, എന്റെ കൊച്ചിനെ പഠിക്കാൻ വേണ്ടിയാണ്. ഈ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ കൊണ്ട് കൊടുത്ത അവന് ഫീസ് ഇളവ് കിട്ടും. അതിനു വേണ്ടിയാണ് ഞാനിവിടെ എത്ര നാളായെന്നറിയാമോ കയറി ഇറങ്ങി നടക്കണം. നിങ്ങള് ഒരു കാര്യം ചെയ്യാം. അതായത്
ഈ ഭർത്താവിനെ കാണുന്നില്ലെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. അപ്പൊ ഇവര് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊത്തത്തില് നിങ്ങളുടെ വീട്ടിലും ആ പരിസരത്തൊക്കെ വന്ന് അന്വേഷണം നടത്തും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ വ്യക്തി മരിച്ചോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ആ ഒരു എവിഡൻസ് ആയിട്ട് ഇങ്ങോട്ട് പോന്നോളൂ, ഞാൻ സർട്ടിഫിക്കറ്റ് തരാം. അല്ലേ? കാരണം എന്തെങ്കിലും നമുക്കൊരു തെളിവ് ഇല്ലാതെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് തരാൻ പറ്റില്ല. അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടല്ല. അപ്പൊ ഞാൻ മനുഷ്യത്വപരമായിട്ട് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളോ മറ്റോ വല്ല അതിർത്തി തർക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഇവിടെ വന്ന് അന്വേഷിച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് തന്നാൽ എനിക്കായിരിക്കും പിന്നെ പ്രശ്നം. നമുക്ക് ലീഗലായിട്ട് എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ കേട്ടോ. ഞാൻ എന്തായാലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോവാൻ പോണില്ല. ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും നടക്കുമെന്ന് ഞാനും നോക്കട്ടെ. അല്ല സാറേ, എനിക്ക് മനസ്സിലായി ഇവിടെ വന്നിട്ടൊന്നും ഒരു കാര്യവും നടക്കൂല. എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ സർവ്വ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് നീതി കിട്ടാൻ എന്തുകൊണ്ടും അർഹതയുണ്ട്. ആ നീതി നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ സുപ്രീം കോടതി വരെ പോകും. അവിടെ വരെയൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? പോണം. സുപ്രീം കോടതി വരെ പോണം. നിങ്ങളുടെ കിടപ്പാടം വിട്ടിട്ടാണെങ്കിലും ഞാൻ സുപ്രീം കോടതി വരെ പോകും. ഞാൻ LLB പാസ്സായി വക്കീലായതിനു ശേഷം സുപ്രീം കോടതി കാണുക എന്നുള്ളത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അല്ല, അതിന് പറ്റുന്ന കേസുകളൊന്നും ഇതുവരെ വന്നില്ല. ഇപ്പൊ അതുപോലെ കേസ് വന്നതാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഡൽഹി പോണം. അപ്പോ നമുക്ക് ഈ കേസിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 5000 ഉറുപ്പ്യ വേണം. 5000 രൂപ? 5000 രൂപയാണ് എന്റെ ഫീസ്. സാർ, അത്രയൊന്നും ഉണ്ടാവില്ല. അതെയോ? എന്നാ പിന്നെ ഡൽഹിക്കൊക്കെ പോണ്ടതല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യും, 2000 ഉറുപ്പ്യക്ക. 2000 ഉറുപ്പ്യ ബുദ്ധിമുട്ടാണ്. എന്നാ 1500 മതി. 1000 ഉറുപ്പ്യ. 1000 ഉറുപ്പ്യ അതുമില്ലേ? എന്താണ് കേരളപ്പിറവി ഇതിനായിട്ട് ഇന്നിപ്പോ 1-ാം തീയതിയാണ്, കേരളപ്പിറവിയാണ്. ഇപ്പൊ വരുന്ന കേസുകളൊക്കെ ഒഴിവാക്കിയാലും ഒരു മോശമാണ് നമുക്ക്. അപ്പൊ എന്താ 1000 ഉറുപ്പ്യ അല്ലേ? സാർ, ഞാനൊരു 500 രൂപ തരാം. 100 ഉറുപ്പ്യ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി പിന്നെ വക്കാലത്ത് ഇതൊക്കെ പാടെ കൂടി ഇപ്പൊ ജില്ലാ കോടതി വരെ കൂടി പോകണ്ടാവില്ല. എന്നാലും ഇപ്പൊ 5000 ഉറുപ്പ്യ എന്ന് പറയുമ്പോ 500 രൂപ ഞാൻ തരും സാറേ. അവനങ്ങനെ ആയിക്കോട്ടെ. എനിക്കൊരു ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഈ കോട്ടൊക്കെ ഇട്ടിട്ട് നേരെ പഞ്ചായത്ത് പോവാം. എന്നിട്ട് അവിടെയുള്ള ആളുകളെ ഒന്ന് പേടിപ്പിക്കാം. കിട്ടിയാൽ ഒരു 250 ഉറുപ്പ്യ കൂടി എനിക്ക് അധികം തരണം. എന്തിനാണ് സാറേ? നോക്ക്, കോട്ടൊക്കെ ഉണ്ട്, ഒരു ബെൽറ്റ് ഇല്ല. ഇത് ആകെ പഴകിയിട്ട് അതിൻ്റെ അതൊക്കെ പൊട്ടിപ്പോയതാണ്. ഒരു പുതിയ ലെതറിന്റെ ബെൽറ്റ് വാങ്ങണം. തരുമോ? തരുമോ? എന്നടിക്ക്, നമുക്ക് ബെൽറ്റ് വാങ്ങാം. അല്ല പഞ്ചായത്ത് പോവാം. ഇതൊക്കെ കെട്ടണേ.